ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ അവർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽസമൃദ്ധിയെ ദൈവം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആമേൻ പറഞ്ഞ് നമ്മൾ റിസീവ് ചെയ്യണം, അതിനെ സ്വീകരിക്കണം. അപ്പോഴാണ് അത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുള്ളൂ. ആമേൻ എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ഞാൻ എന്ത് പറയുമ്പോൾ അത് കാരണം എല്ലാവരും എപ്പോഴും ആമേൻ പറയും. എൻ്റെ മൂത്ത മോൻ എപ്പോഴും ആമേൻ പറയും. അവൻ വലിയ പ്രാർത്ഥനക്കാരനൊന്നും അല്ല കേട്ടോ, പക്ഷെ അവൻ ആമേൻ പറയേ. ഇളയവൻ അങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥനക്കാരൻ അവനെ എത്ര പെട്ടെന്ന് ആമേൻ പറയാറില്ല. പക്ഷെ മൂത്തവൻ്റെ ജീവിതത്തിലെല്ലാം ക്രമോചിതമായിട്ട് പെട്ടെന്ന് നടക്കും. അപ്പോൾ നമ്മളാ സ്വീകരിക്കണേ. അവനത് തന്നെ വലിയ അറിയാൻ പക്ഷെ അവനത് ആമേൻ പറഞ്ഞ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഭയങ്കര എടുക്കണം. അപ്പോൾ അങ്ങനെ ഒക്കെ വ്യത്യാസമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൊക്കെ. അപ്പോൾ നമ്മൾ കുട്ടീനെ പോലെ അങ്ങ് സ്വീകരിച്ചാൽ മതി. ഈ പറഞ്ഞതെല്ലാം നമുക്ക് ആഗ്രഹമുള്ള കാര്യമല്ലോ. അപ്പോൾ ഇന്ന് വായിക്കണ വചനം അധികം അങ്ങനെ വലിയ ആൾക്കാർക്കാർക്കും ഇഷ്ടമല്ലാത്തതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ വചനം വായിച്ചിട്ടപ്പോൾ വലിയ കമൻ്റൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇത് സത്യമായിട്ട് സംഭവിക്കാനുള്ള കാര്യമാണ്. ഇതെല്ലാവർക്കും ഈ ഭൂമിയിൽ സംഭവിക്കും. ഇപ്പോൾ വേറൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു, ഇത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കണില്ലോ. ഇത് പരദേശികളാണെന്നല്ലേ പറഞ്ഞത്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. സ്വർഗത്തിയിട്ട് തിരിച്ചു ചെല്ലാൻ ആണ് ആ വഴി നമുക്ക് തെറ്റി നമ്മൾ ഊറാടിക്കൊണ്ടിരിക്കുക ലോകമോഹങ്ങളിൽപ്പെട്ടേ. അപ്പോൾ വഴി കാണിച്ച് അങ്ങോട്ട് തിരിച്ചു ചെല്ലേണ്ട വഴി ഇന്നതാണെന്ന് കാണിച്ചു തരാനാണ് യേശുക്രിസ്തു വന്നത്. അതാണ് യേശുമ്പുരാൻ പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നെ കൂടാതെ ആരും പിതാവിലെത്തില്ല. ഇപ്പോൾ യേശുക്രിസ്തു എന്ന പേര് യേശു എന്ന് വിളിച്ചാൽ ഒന്നും പിതാവിലെത്തില്ല. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പോൾ ആ വചനം പ്രമാണിച്ചാൽ മാത്രം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ വചനം അപ്പോൾ വചനം പ്രമാണിക്കണം. അപ്പോൾ വചനം പ്രമാണിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് യേശുമ്പുരാൻ സ്വർഗീയ പിതാവിനോട് അപേക്ഷിച്ച പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നേക്കണേ. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ അതെപ്പോഴും ഓർത്തോളണം കേട്ടോ. ഇന്നാളൊരു അച്ഛൻ പറഞ്ഞില്ലേ, യേശുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം കാര്യം ചോദിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന സകല കാര്യവും നിറവേറി. പിന്നെ സകല നന്മയും ബിംബടയാണ്. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. അതായിരിക്കണം നമ്മുടെ എയിം. അതിനെന്തൊക്കെ ഞാൻ ചെയ്യണം, അതൊക്കെ ആയിരിക്കണം നമ്മുടെ ചിന്താഗതികൾ. അത് മറക്കരുത് കേട്ടോ. പരിശുദ്ധാത്മാവ് എന്നീ വസിച്ചാൽ ഞാൻ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതേ ശ്രേഷ്ഠയാകും. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ് യേശുവിൻ്റെ കൃപയാൽ. അപ്പം അത് നമ്മൾ അനുഭവിക്കണം. അത് അനുഭവിച്ചില്ലെങ്കിൽ ലോകത്ത് നമ്മൾ വൃഥാ ഓടി നടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കാമെന്ന് മാത്രം. ലൂക്കോസ് 21:36 പറയാം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഇവിടെ ഈ മദ്യപാനം മാത്രമേ പെണ്ണുങ്ങൾ ചെയ്യാത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം അല്ല. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണം, ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ് ഞാൻ. മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളി. അപ്പം നമ്മുടെ ചിന്ത എപ്പോഴും ലോകത്ത് എങ്ങനെ ജീവിക്കും, എൻ്റെ കൊച്ചിന് ആ ജോലി എങ്ങനെ കിട്ടി, ഈ ജോലി കിട്ടും, എൻ്റെ കൊച്ച് അങ്ങനെ ജീവിക്കും, എൻ്റെ കൊച്ചിന് പെണ്ണ് കെട്ടണം, പിള്ളേരുണ്ട്, ഇങ്ങനെ നമ്മുടെ ചിന്ത ഊറാടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മളെക്കാളും കൂടുതൽ ചിന്തിക്കുന്ന ദൈവമില്ല, നമ്മളെ സൃഷ്ടിച്ചവൻ. നമ്മളിങ്ങനെ ദൈവത്തെയും കണക്കൂട്ടണം നമ്മുടെ ചിന്തയിലാണ്. ഒരു കൂടി തിരികെ എത്തിച്ചാൽ ദൈവം എൻ്റെ കൊച്ചിനെ കല്യാണം നടത്തി തരുമോ, അല്ലെങ്കിൽ ഒരു മാസം പട്ടിണി കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ സമരം ചെയ്യില്ലേ. ഇങ്ങനെ സമരം അങ്ങനെയല്ലേ, ആഹാരം കഴിക്കാണ്ട് നിരാഹാരം, അതുപോലെയൊക്കെ കാണിച്ച എൻ്റെ കൊച്ചിൻ്റെ കല്യാണം. നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം നമ്മുടെ കൊച്ചിനെ തന്നത് ആരാ? ദൈവമല്ലേ. ആ കൊച്ചിന് കല്യാണം വേണമെന്ന് ദൈവത്തിന് അറിയാൻ പോലെ. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിനറിയാം. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആ ദിവസം എല്ലാവർക്കും വരും ഭൂമിയിൽ ജനിച്ചാൽ. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിലൊരു സമാപനം ഉണ്ട്. അത് കേൾക്കാനും പറയാനും ആർക്കും ഇഷ്ടമല്ല, എനിക്കും താല്പര്യമില്ല. എനിക്കും അനുഗ്രഹത്തിൻ്റെ വചനം കേൾക്കാനും എനിക്കിഷ്ടം. പക്ഷേങ്കിൽ ഞാനിപ്പം മരിച്ചു എങ്കിൽ
ഇപ്പോൾ മരിക്കുമെന്ന് കേട്ടോ, എനിക്ക് ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം തരാൻ എൻ്റെ യേശപ്പൻ മതിയായവൻ. മരിച്ചാൽ എൻ്റെ യേശപ്പൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം വെറുതെ ജീവിച്ചു. ഞാൻ ഈ ഉണ്ടാക്കിയത് എന്തുണ്ടാക്കി അടുത്ത തലമുറ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യുക പോലുമില്ലായിരിക്കും, മക്കളും മൈൻഡ് ചെയ്യുക പോലുമില്ലായിരിക്കും. ഒരാഴ്ച പോലും ഈ പറയണ എന്നെ പോലും ആരും ഓർക്കൂല, ഒരു ദിവസം ഓർക്കുമെന്ന് ദൈവത്തിനറിയാം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ തലയും കുത്തിക്കിടന്ന് ഈ ഭൂമി ചെയ്താലും നമുക്കുണ്ടാകണ ഗുണം. അതേ സമയത്ത് നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ വചനപ്രകാരം ഇവിടെ ചെയ്താൽ നമ്മളിൽ നിന്ന് നന്മയുടെ ഫലം പുറത്തു വരും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഫലം പുറത്തു വരും. നമ്മൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറും. നമ്മൾ ജീവിച്ചാലും ക്രിസ്തുയേശുവിലും മരിച്ചാലും യേശപ്പൻ്റെ കൂടെ. എന്തൊരു മഹാഭാഗ്യമല്ലേ, നമുക്ക് ആ ഭാഗ്യം കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെ ആട്ടോ, മുടിയുടെ ഹെയർ സ്മൂത്തനിങ്, ഹെയർ റിലാക്സിങ്, പെർമനൻ്റ് ബ്ലോ ഡ്രൈ, കരാട്ടിൻ്റെ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ് നമ്മൾ ചെയ്യണത്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളില്ലാത്തൊരു മുടിയാണ് വന്നെങ്കിൽ വെർജിൻ ഹെയർ ആണ് ആദ്യമായിട്ട് ചെയ്യണേ. വലിയ ഇങ്ങനെ ചുരുണ്ട മുടിയല്ല എങ്കിൽ അതിൽ ഹെയർ റിലാക്സിങ് നല്ലതാണ്. ഇച്ചിരി ഉള്ളു തോന്നിക്കും, ഇച്ചിരി ഓളിയൊക്കെ തോന്നിക്കും. താഴത്തായിട്ടൊന്നും തീരെ ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ. ഭയങ്കര ചുരുണ്ട മുടിയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ചുരുളിമ തന്നെ ഒരു ഡ്രൈനസിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഡ്രൈനസിന് നമുക്ക് കരാട്ടിനാണ് എപ്പോഴും നല്ലത്. കാരണം ചുരുണ്ട മുടിയും കരാട്ടും ചെയ്യുന്നതും എല്ലാം കൂടെ ഒരുപോലെ 5-8 മാസം കഴിയുമ്പോൾ ഇരിക്കും. അപ്പോൾ നമുക്ക് 8 മാസം കഴിയുമ്പോൾ റീ അടിക്കണ്ടെങ്കിൽ ഒരു വൃത്തികേടും കാണില്ല. അതെല്ലാം ഒരു 6-7 മാസം കഴിയുമ്പോൾ ഹെയർ റിലാക്സിങ് ഒക്കെ ചെയ്താൽ കമ്പൽസറി ആയിട്ട് റീ അടിക്കണം. റീ അടിച്ചുകൊണ്ടിരുന്നാലാ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വന്നു. ആ കൊച്ച് ഞാൻ ചോദിച്ചു, മോളെ ഈ മുടി ചുരുണ്ട് ഇങ്ങനെ ഇരിക്കുക, മോളെ ഇത് കരാട്ടും ചെയ്താൽ 2 വർഷം മുമ്പ് ഞാനിവിടെ കരാട്ടും ചെയ്താൽ 1 വർഷത്തോളം എനിക്കത് കിട്ടിയോളൂ മോളെ, അത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. 1 വർഷത്തോളം കിട്ടണതേ. പിന്നെ പഴയ പോലെയായി. 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി കൊഴിഞ്ഞു എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യരുത് കേട്ടോ. ഈ കരാട്ടിനല്ല, നമുക്കിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ അതിൻ്റെ അലർജി അപ്പം തന്നെ വരും. നമ്മളൊരു ഫുഡ് കഴിച്ചാൽ അലർജി അപ്പം തന്നെ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ തലയിൽ മുടിയെ ചെയ്യണതിൻ്റെ അലർജി പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം, അതാണ് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കഴുകാൻ വരാൻ പറയണേ. അലർജി ഉണ്ടെങ്കിൽ ആ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഈ 2-3 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നവും ഉണ്ടാകും. നമുക്ക് അലർജി ഉണ്ടെങ്കിൽ അലർജിക്ക് അപ്പം നമ്മൾ മുടിയിൽ ഡൈ ചെയ്യുന്ന ചിലർക്ക് അപ്പം തന്നെ അലർജി വരാനാണ് പാളെ. 1 വർഷം കഴിഞ്ഞല്ല ഈ കരാട്ടിൻ ചെയ്തതിൻ്റെ. അന്നേരം കരാട്ടിൻ്റെ ഒരു അംശം പോലും കാണില്ല. നമ്മുടെ മുടി പോകുന്നത് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ഇങ്ങനെ ചിലർ പറയില്ലേ, എവക്ക് എന്തുമാത്രം മുടി ഉണ്ടാകുന്നറിയാവോ, എവക്കടെ മുടി വരെ എടുത്തുകൊണ്ട് അങ്ങ് വെട്ടി. അതിന് എൻ്റെ കൊച്ചിന് മുടി വളർന്നിട്ടില്ല. എന്താ കാരണം എന്നറിയാവോ? ആ മുടിയൊക്കെ ആമ്പിള്ളേരുടെ വെട്ടണില്ലേ, വളർന്നില്ലേ. നമ്മൾ ആമ്പിള്ളേരുടെ മാസമല്ലേ വെട്ടണേ. അപ്പോൾ എന്തുകൊണ്ടാണ് വളരണേ? അവർക്ക് മുടി വെട്ടുമ്പോൾ നമുക്കൊരു ടെൻഷനില്ല. കൊച്ചിൻ്റെ മുടി വെട്ടി വന്നപ്പോൾ അമ്മ കടന്ന് നീ എന്തിനാ മുടി വെട്ടി, അപ്പടിയും പോയി നിൻ്റെ സൗന്ദര്യം പോയി, ഉള്ളിൽ ടെൻഷൻ കയറി, അതിന് ഉറക്കവും ഇല്ല, അതിൻ്റെ അവസ്ഥ മാറി. അങ്ങനെ ആദ്യം കയറിയാണ് ആ കൊച്ചിനൊക്കെ മുടി പോകണം. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. പിന്നെ മുടിയായിട്ട് നോക്കുമ്പോൾ നമുക്ക് ചിന്തയാണ് മുടിക്ക് ഉള്ളില്ല, മഞ്ഞില്ല. ഇത് മുടിയൊക്കെ തലയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മുടിയുടെ അറ്റം വെട്ടണം, തലകൂട്ടി വല്ലതും അറിയണ്ടോ, ഉള്ളറിയണ്ടോ, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. എപ്പോഴും ആരോഗ്യമാസികയൊക്കെ കാണാൻ പോലെ മുടിയുടെ അറ്റം ട്രിം ചെയ്താലേ മുടി വളരുകയുള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മുടെ ചിന്ത എന്താണോ അങ്ങനെ. അപ്പം മുടി വെട്ടണ്ട കേട്ടോ. മുടി വെട്ടിയാൽ നീളമില്ലെന്ന് ചിന്തിക്കുന്നവൻ മുടി വെട്ടണ്ട. കാരണം അവന് ഇനി മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി വെട്ടി അത് കാരണമാണ് പോണേ അങ്ങനെ ചിന്തിക്കും. നമ്മൾ ചിന്തിക്കണേ നമ്മുടെ ശരീരത്തിലൊക്കെ സംഭവിക്കും. ഇപ്പം ചില പിള്ളേർക്ക് ന്യൂജനൊക്കെ ഇഷ്ടം മുടി, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെ സ്വീകരിച്ചിട്ട് അവർക്ക് ടെൻഷൻ കയറി മുടി വളരില്ല. എനിക്ക് ഇത്രയും മുടിയുണ്ടല്ല. ഞാൻ ഒരു പ്രാവശ്യം ഫെദറല്ല കേട്ടോ, ഫെദർ വെട്ടാൻ. അപ്പോൾ നീളം കുറയാണ്ട് സൈഡ് മാത്രം ഒന്ന് വെട്ടി ഒന്ന് ചുമ്മാ നാടൻ മുടിയായിട്ട് കുളിപ്പിന്നൽ കെട്ടിക്കൊണ്ട് നടക്കണ കാലം എനിക്കിങ്ങനെ സ്റ്റൈലിഷായിട്ട് നടക്കാൻ ഒരു കാലത്ത് ആഗ്രഹമായപ്പോൾ ഞാൻ ഇങ്ങനെ എറണാകുളത്തൊരു വലിയ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് മുടി വെട്ടായിരുന്നു. ആ പുള്ളി എൻ്റെ മുടി പകുതി ഇങ്ങനെ അങ്ങ് വെട്ടി മുന്നോട്ടിട്ടു. അപ്പോഴേ എൻ്റെ കൂട്ടുകാരി ടെൻഷൻ കയറി പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി ലെയർ വെട്ടിയപ്പോഴത്തേനും എൻ്റെ മുടി സെറ്റ് ചെയ്ത് അന്ന് തന്നപ്പോൾ കുഴപ്പമില്ലാന്ന്. പിറ്റേ ദിവസം കഴുകി കഴിയുമ്പോൾ ചുരുണ്ട് കയറി, ഒരിക്കലും ചുരുളാത്ത മുടി. എൻ്റെ ദൈവം ഈ ഷോൾഡറിൻ്റെ ഇവിടെ എന്നെ കാണണം, എനിക്ക് സങ്കടം വരുമായിരുന്നു. ഒന്നാതെ ആ മുടി കിടക്കണ കാരണം എൻ്റെ വണ്ണമൊന്നും അറിയില്ലായിരുന്നു. ആ മുടി അങ്ങ് പോയപ്പോൾ ഇതോട് തടിയും ഭയങ്കര വൃത്തിയായിട്ട് ഒരു മോച്ചായൊക്കെ. എന്നും ഞാൻ കണ്ണാടി രാവിലെ നോക്കുമ്പോൾ മുടി ഇങ്ങനെ ഉരുണ്ട് കയറിക്കും. എൻ്റെ ഹസ്ബൻഡ് കിടന്ന് ബഹളം വെക്കണം,
കാണുന്നവരെല്ലാം ഈ കടയിൽ വരുന്ന എല്ലാവരും പറയും ഇനി മുടി നീളൂലെന്നൊക്കെ. 30-ലേതാണ്ട് ഞാൻ വെട്ടിയെന്ന് എനിക്കാണ്, അത് 40 വയസ്സിലൊക്കെയാണോ അത്രേ. അപ്പം ഇനി മുടി വളരില്ലെന്നൊക്കെ പറയാം. ചെറുപ്പകാലത്ത് മുടി വെട്ടിയാലേ വളരുള്ളൂ. ഇങ്ങനെയാട്ടോ ആൾക്കാരെല്ലാവരും നമ്മളെ ആശ്വസിപ്പിക്കണേ, ഇനി മുടി വളരില്ല, എന്തിനാ ഇങ്ങനെ ചെയ്തേ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. പിന്നെ ഞാൻ എന്നും നോക്കി കണ്ണാടി നോക്കും. അപ്പോൾ എൻ്റെ മുടിക്ക് ഇതുപോലെ സംഭവം ഊരണോ പ്രശ്നം. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓർത്തു എന്നെ അതിൽ ഉരുണ്ട് കയറുമല്ലോ, എന്നാൽ സ്ട്രൈറ്റൻ ചെയ്തേക്കാന്ന്. എന്നാൽ സ്ട്രൈറ്റൻ ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു ഭംഗിയായി. ഫ്രണ്ട് ഇച്ചിരി എനിക്ക് ഒട്ടി പോട്ടെ, കാരണം ഇവിടെ കോർത്ത് ഇങ്ങനെ പതിഞ്ഞ് കിടക്കും, മാനുഫാക്ചറിങ് കംപ്ലൈൻറ്റാ. ബാക്കി ഇതിങ്ങനെ ഭയങ്കര ഭംഗി അങ്ങ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര രസം. ഞാനിങ്ങനെ മുടിയിട്ടപ്പോൾ ഭയങ്കര ആൾക്കാരെല്ലാം മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ നമ്മുടെ അടുത്ത് വന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുടി നീളുന്നു. പിന്നെ പെട്ടെന്ന് നീളണേ. അപ്പോൾ പിന്നെ ഞാൻ ഒരു 15 വർഷമായി ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. എൻ്റെ തലയിലെ പേൻ പോലും പോകാറില്ല. മെഡിലൈസർ പിന്നെ തേച്ചാണ് പേൻ പോയത്. അതിൻ്റെ പോലും ഇതില്ല. മുടിയെ ചെയ്യണ ക്രീമുകൾ ഷോസ്കോപ്പിൻ്റെ ആണെന്ന് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അതെ. അപ്പോൾ അതൊക്കെ ഒരു കെമിക്കലാണെങ്കിൽ ഒരു പേസ്റ്റിൻ്റെ എഫക്റ്റേ വരുന്നുള്ളൂ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നോ കെമിക്കലാണ്. അത് കാരണം അത് മുടിയുടെ ടെസ്റ്ററിനെ ഒന്നും ചേഞ്ച് ചെയ്യില്ല. മറ്റത് മുടിയുടെ ടെസ്റ്ററിനെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ ചെയ്തത് ഇങ്ങനെ കിടക്കണം. എൻ്റെ ഇനി ഇവിടം വരെയൊക്കെ ഒന്ന് വെട്ടിപ്പോയാൽ അപ്പടിയും കരാട്ടിൻ മുടിയാകും. പിന്നെ ഇടയ്ക്ക് കേളൊക്കെ ചെയ്യാം. ഇതിന് കേള് ആകും, പക്ഷേ മറ്റേ ഓർഡിനറി കരാട്ടിൻ ചെയ്ത മുടിയെ കൂടുതൽ ഭംഗി, കേളുകളൊക്കെ ചെയ്താൽ കൂടുതൽ സ്റ്റൈലിഷ് നിൽക്കാൻ. അപ്പം നിങ്ങൾക്ക് ഏതാ ഉചിതം എന്നനുസരിച്ച് നമുക്ക് ഇവിടെ വന്ന് നിങ്ങൾക്കുടെ മുടി മനോഹരമാക്കിയിടാം. നമ്മൾ ഏപ്രിലൊക്കെ ഫങ്ഷൻ വരുമ്പോൾ 1 മാസം മുമ്പ് ചെയ്താലാണ് മുടിക്ക് ഏറ്റവും ഭംഗി. ഒന്ന് ഇച്ചിരി ഇത്രയൊക്കെ നീളുമ്പോൾ നമുക്കിങ്ങനെ ഇച്ചിരി തലേന്നൊക്കെ പൊങ്ങി നല്ല സ്റ്റൈലായിട്ട് വരും. ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് ഭംഗി കൂടും. ഏപ്രിൽ കൃത്യം ഫങ്ഷന് മുമ്പ് ഓടി വരാണ്ട് നേരത്തെ വന്ന് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോരെ. മുടിയും ഫേഷ്യൽ, ഇപ്പോൾ ഒരു ഫേഷ്യലൊക്കെ കൊടുത്തില്ലേ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് ഞാനിപ്പോൾ പെഡിക്യൂർ കഴിഞ്ഞിട്ടിരിക്കുക. കാലൊക്കെ വരണ്ടിരിക്കണം. എൻ്റെ അമ്മയെ എന്തായാലും ചൂടൊക്കെ. അപ്പം നമ്മൾ ഫേഷ്യലൊക്കെ ഒന്ന് കൊടുത്തില്ലേ സ്കിന്നൊക്കെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഫേഷ്യൽ ചെയ്താട്ടോ, അതാ ഫേഷ്യൽ ചെയ്യാത്ത. സ്കിന്നൊക്കെ ഡള്ളായി പോവും, കുത്തും കോമയും വെയിലൊന്നും അടിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വന്ന് ഫേഷ്യലൊക്കെ ചെയ്തൊന്ന് ഇങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റ് ആക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ വേനൽക്ക്, അതൊക്കെ ഒത്തിരി മുടിക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറേ മനോഹരമായ വീഡിയോസ് കാണാം. ശരി എന്നാൽ. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. കൊച്ചിൻ്റെ മുടി ഇച്ചിരി പണ്ട് ഇവിടെ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ മുടി ഹെയർ ലാക്സിങ് ഞാൻ പറഞ്ഞു കരാട്ടിൻ, അന്നേരം കരാട്ടിൻ വേണ്ട, ഹെയർ ലാക്സിങ് മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. യേശുവിന് വേറെ ഒരു അതിമനോഹരമായ കാഴ്ച കാണാൻ പറ്റട്ടെ. ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ കൊച്ചി തന്നെ വിടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ വിടുത്താൻ സമ്മതിക്കില്ല, അത്രയ്ക്ക് ഡ്രൈയാ. ഇങ്ങനെ ഡ്രൈനെസ് അല്ലെങ്കിൽ നിങ്ങൾ അപ്പം ശ്രദ്ധിച്ചു, നിങ്ങൾ ഡോക്ടറെ കാണണം കേട്ടോ. നമുക്ക് ഹെയറും സ്കിന്നും ഡ്രൈ ആയാൽ, ഇപ്പം എനിക്ക് പണ്ട് മുതലേ ഡ്രൈനെസ് ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേക്കാം. അപ്പം ഞാനൊരു ഡോക്ടറെ കണ്ടു, എന്തുകൊണ്ട് എപ്പോഴും നീർക്കെട്ട് കയറുന്നു, എൻ്റെ വേർക്കാല ഭയങ്കര ഡ്രൈയാ. അപ്പോൾ ഏതാണ്ട് ഒരു മാസം കൊണ്ടുവന്നു. ബ്ലഡൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഗ്ലാൻഡ് ഇവിടെ നിന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അതിനെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എനിക്ക് നമ്മൾ. അപ്പോൾ അതിന് റെമഡി ഇപ്പോഴും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഗുളികകൾ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഡ്രൈനെസ് ഇത് മിക്കവാറും D3 empty ആയിരിക്കും. കുറച്ച് പണ്ട് നോക്കിയപ്പോൾ ഇല്ലാന്ന് പറഞ്ഞത്. അത് നമ്മൾ 2 ആഴ്ച ഇടുമ്പോൾ D3യുടെ ഗുളിക അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ടിരിക്കണം, ഫോളോ അപ്പ് ചെയ്യണം D3 കേട്ടോ. പണ്ടത്തെ പോലെയല്ല, നമ്മളൊന്ന് വെയിൽ കൊള്ളണമല്ലോ. D3 ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ബയോട്ടിൻ, സിങ്കോവൈറ്റ് മാറി മൾട്ടി വിറ്റാമിൻ എടുക്കണം. കൊച്ചിനോട് അന്ന് പറഞ്ഞിട്ടപ്പോൾ ഇച്ചിരി ദിവസം കഴിച്ചു കൊച്ച്. പിന്നെ ഡോക്ടർ പറഞ്ഞൊന്ന് സ്ഥിരം അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ബയോട്ടിൻ 1 മാസം കഴിച്ചാൽ 1 മാസം സിങ്കോവൈറ്റ്, ഏതെങ്കിലും ഒരു മൾട്ടി വിറ്റാമിൻ ഒമേഗയും ഒക്കെ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മളൊന്ന് ഓർത്തുകൂടി ചെടി നട്ടിട്ട് നമ്മൾ ചെടിക്ക് വളയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ചെടി പൂക്കാറുണ്ടോ? എൻ്റെ ദൈവം, ഞാനൊക്കെ 10 ദിവസം കൂടുമ്പോൾ വളയിട്ടുകൊണ്ടിരിക്കുക പൂക്കാൻ. അപ്പോൾ അതുപോലെയായി മനുഷ്യൻ്റെ അവസ്ഥ. ചെടികളുടെ അവസ്ഥ എത്രയെങ്കിൽ മനുഷ്യൻ്റെ അത്രയൊക്കെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഇപ്പം ചെട വിടത്തിയിട്ടില്ല, ആശാത്തി തന്നെ വിടത്താന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ മുടി ഡ്രൈ ആകുന്നവർ മസ്റ്റായിട്ട് D3 ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കരാട്ടിനാകും കേട്ടോ ഇത് സോഫ്റ്റ് ആക്കാൻ ഏറ്റവും ബെറ്റർ. പക്ഷേ കുറച്ച് സമ്മതിക്കില്ല. അപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്യണേ. ഇത് നമ്മൾ അതിമനോഹരമായിക്കോളും. പിന്നെ ചെയ്ത് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ഇതിടുമ്പോൾ പിന്നെ ആഫ്റ്റർ കെയറോടെ യൂസ് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട്. ഇതിപ്പോൾ ഒത്തിരി നാളായി ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ.
ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് ഞാൻ ഒത്തിരി പേടിച്ചു. കാരണം എന്നാ ഡ്രൈ ആ, പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ഹെയർ ലാക്സിങ് ഒക്കെ ചെയ്യുമ്പോൾ കെമിക്കലാണല്ലോ, പിന്നെയും കൂടുതൽ ഡ്രൈനെസ് ആയോ വിടത്താൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ ഇനി സോഫ്റ്റ് ആയി കിട്ടും. യേശുവിൻ്റെ കൃപയാൽ എൻ്റെ കൈ ഇങ്ങനെ ഓടിക്കണുണ്ടോ സിൽക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നന്നായിട്ട് സിറോം തേക്കണം ഈ മുടിയിൽ. അപ്പോൾ ഈ മുടിയുടെ പുറമേയുള്ള ദാരിദ്ര്യമൊക്കെ മാറും. അകമേ ഉള്ള ഡ്രൈനെസ്സിന് ഈ മോള് ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. അകത്തെ ഡ്രൈനെസ്സാണ് പുറത്തെ മുടിയേക്കൂടെ കാണിക്കണേ. അതൊക്കെ മാറി കിട്ടണമെങ്കിൽ കൊച്ചു തന്നെ ശ്രമിക്കണം. കൊച്ചു ശ്രമിച്ചോളാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി കൊച്ചു റീയടിക്കാൻ വരുമ്പോൾ നമുക്ക് ഈ മുടിയാണോ, എൻ്റെ ദൈവമേ ഈ കൊച്ചു പറയുമ്പോൾ ഈ മുടി ഇത്രയും ചേഞ്ചായോ എന്ന് ചോദിക്കുമാർ അതിമനോഹരമാകട്ടെ ഈ മുടിയെ. അപ്പോൾ ഇപ്പം മനോഹരമായല്ലോ, ഇനി ഇത് ഡ്രൈനെസ്സിലേക്കൊന്നും വരാണ്ട് ഇരിക്കട്ടെ. അപ്പം ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു, കൊച്ചിന് ഇഷ്ടപ്പെട്ടിട്ട് കൊച്ചിപ്പോൾ എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ റീയടിക്കാൻ പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് കൊച്ച് ചെയ്താൽ അത് കഴിഞ്ഞ് കല്യാണം അതിൻ്റെ നടപ്പൊക്കെ ആയിരുന്നു കൊച്ചു. പിന്നെ ഇപ്പോഴാണ് ചെയ്യാൻ ഡ്രൈനെസ്സും കൂടി വിടത്താൻ പോലും പറ്റില്ലാണ്ട് വന്നപ്പോഴാണ് ആശാത്തി പിന്നെ ചെയ്തേക്കാന്ന് ഓർത്തത് കേട്ടോ. അതിമനോഹരമായിട്ട് ഒന്നാമത് സോഫ്റ്റായി കിട്ടിയാൽ തന്നെ മുടി കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് സുഖം. അപ്പോൾ ഇങ്ങനെ ഡ്രൈനെസ് ഉള്ളവരൊക്കെ ഇങ്ങനെ പോലെ മാക്സിമം കരാട്ടും ചെയ്യാം. അതെല്ലാം ഹെയർ ലാക്സിങ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പേടിക്കണ്ടല്ലോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ ദൈവകൃപയിൽ ഒരു കുഴപ്പവും പറ്റിയില്ല. അപ്പോൾ ശരി എന്നാ. ഈ മുടി ഹെയർ ലാക്സിങ് എന്നും പറഞ്ഞാണ് വന്നത്. മുടി ഹെയർ മേക്ക് ഓവറിന് വന്നാൽ അപ്പോൾ ഭയങ്കര ഫ്രസ്സിയാണ് വേണ്ടോ, നല്ല ഫ്രസ്സിയാണ്. അപ്പോൾ ഇങ്ങനത്തെ മുടി ഫ്രഷ്നെസ്സുള്ള മുടി സോഫ്റ്റ് ആകാനാണോ നമ്മളിത് ചെയ്യണേ. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് കരാട്ടിനാട്ടോ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ എല്ലാ കരാട്ടിനും നല്ലതുമല്ല കേട്ടോ. നിങ്ങൾ ഒത്തിരി പേര് പറയും കരാട്ടിൻ ചെയ്തിട്ട് ഒരു റിസൾട്ടും ഇല്ല, ഒരു ചേഞ്ച് മുടിക്ക് വന്നില്ല എന്നൊക്കെ. കരാട്ടിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണെന്ന് ചോദിക്കുക. നമ്മൾ നാനോപ്ലാസ്റ്റി ആയിരുന്നു, ഇപ്പം ആ കരാട്ടിനല്ല ചെയ്യണേ. കരാട്ടിൻ അതിനേക്കാളും പ്രീമിയം ബയോടാനിസ് അതാണ് ചെയ്യുന്നത്. അതിനേക്കാളും നല്ല റിസൾട്ടാണ്. അത് കൊച്ചു പിള്ളേർക്ക് വരെ നോ കെമിക്കലായതാണ് കൊച്ചു പിള്ളേർക്ക് വരെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. 9 വയസ്സ് മുതൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പ്രഗ്നൻസിയിലുള്ളവർക്കൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് നമ്മളിപ്പോൾ അത് നാനോപ്ലാസ്റ്റിനേക്കാളും നല്ല റിസൾട്ട് വന്ന കാരണം നമ്മൾ ഇപ്പം അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യണേ. അപ്പോൾ അത് ചെയ്തിട്ട് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നിങ്ങൾ ഞെട്ടിയില്ലേ, ഉടമസ്ഥ ഞെട്ടിയിരിക്കുക. ഇത് കണ്ടോ, യേശുവിൻ്റെ കൃപയാൽ അടിയിൽ ഇച്ചിരി കേള് വേണമെന്ന് പറഞ്ഞു. ചെറിയൊരു കേളൊക്കെ കിട്ടിയിട്ടുണ്ട്. തൊട്ട ഒഴുകുക, ഒഴുകി ഇറങ്ങുന്നത് ഇങ്ങനെ. എന്താ സുഖം. ഇതാട്ട് ഏറ്റവും ഇത് നമ്മുടെ മുടി ഇങ്ങനെ കിട്ടുക എന്നുള്ള പണ്ടൊരു സ്വപ്നമല്ലായിരുന്നു. പണ്ട് എൻ്റെ ഇതൊരു സ്വപ്നമായിരുന്നു. ഇനി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഏത് കണ്ടീഷണർ തേക്കണം. ഇവിടെ വരുന്നവരൊക്കെ കണ്ടീഷണർ ഇട്ടെന്ന് പറയും. ഞാൻ കടയിൽ പോയി കണ്ടീഷണർ മേടിക്കും. അതാണെങ്കിൽ തീരെ ലോ ക്ലാസ് ആയിരിക്കും. ഈ കമ്പനിയുടെ പേരങ്ങനെന്ന് പറയാൻ പാടാന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഷാമ്പൂ ഇട്ടിട്ട് കണ്ടീഷണർ ഇപ്പോൾ കൂടുതൽ പറവറാന്ന്. അപ്പോൾ ഇതേ കണ്ടോ. ഇനി ഇത് ആഫ്റ്റർ കെയറും ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുക എല്ലാം. ആശാത്തി നമ്മുടെ വീഡിയോ അകലേന്ന് ആലപ്പുഴയിൽ വന്നതാണ്. പക്ഷെ നമ്മുടെ വീഡിയോ കണ്ട മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കാൻ പറഞ്ഞാട്ടോ പറഞ്ഞേ. അതൊരു വലിയ അനുഗ്രഹം. എല്ലാവരും കേരളം മുൻകണം മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കേണ്ടത്. D3 കേരളം മുൻകണം ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഇവിടെ വരാത്തവരും D3 ടെസ്റ്റ് ചെയ്യേണ്ടത്. ആവുകാർ തന്നെ ഒരു ഗോളായിപ്പോയി. ഞാൻ D3 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കേട്ടോ. ഇത് ഭംഗിയിലേക്കണേ, എന്ത് രസമാണ്. ഫ്രഷ്നെസ് അങ്ങ് മാറി. ഇത് കരാട്ടിൻ എന്ന് പറഞ്ഞാൽ വാഷ് ഔട്ടാണ്. 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും പയ്യെ 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 ചെറിയൊരു വേഴ്സിലേക്ക് വരും. പക്ഷെ നമ്മളിങ്ങനെ സ്പായൊക്കെ ചെയ്ത് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കും. തീരെ മോശം ഒന്നുകൂടെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ റീയടിക്കാൻ വന്നാൽ മതി. എപ്പോഴും ഞാൻ കൂടുതൽ ഹെയർ ലാക്സിനേക്കാളും ബ്ലോഡർ അതിനേക്കാളും ഒക്കെ ഞാൻ ഇത് എനിക്കിഷ്ടം ഇത് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതാ ചെയ്യണം. ഇത് നാനോപ്ലാസ്റ്റിയുടെ പ്രീമിയം ആട്ടോ. അപ്പം അതിൽ കൂടിയതാണ്. കൊച്ചു പിള്ളേർക്ക് പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കെമിക്കൽ അവർ ഭയങ്കര ഇതായിട്ട് കൂടുതൽ നല്ല ബെറ്റർ റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അയ്യോ, മതിൽ സിനിമയിൽ മമ്മൂട്ടി അപ്പുറം ഇങ്ങനത്തെ ചോദിക്കുന്നവരെ മതിൽ അതുപോലെ നിനക്കൊന്നും കേൾക്കാൻ പറ്റുമല്ലോ. ഇഷ്ടപ്പെട്ടു. ആശാത്തി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ മുടി വൃത്തിയായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവർ കരാട്ടും ചെയ്യാനിങ്ങനെ പോലെ അത് നമ്മൾ കാശ് ലാഭം നോക്കണ്ട. ഹെയർ ലാക്സിന് ഇച്ചിരി കുറവാണെങ്കിലും നമുക്ക് മുടി കൂടുതൽ ബെറ്റർ, മുടിക്കും നല്ലതിതാണ്. നോ കെമിക്കലാണ്. ഇത് തേച്ച് പിടിപ്പിക്കുക. അതായത് ഈ വാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 4 മണിക്കൂർ വേണം കേട്ടോ. 12 മണിക്കാണോ മന്നെ. അപ്പോൾ ശരി എന്നാൽ ഈ മോക്കടെ
ഹെയർ ട്രീറ്റ്മെൻറ്റിന് വന്ന നല്ല മുടിയൊക്കെ കുഞ്ഞു കൊച്ച യേശുവിൻ്റെ കൃപയിൽ നല്ല മുടിയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഈ മുടി കിടക്കുമ്പോൾ വല്ല ഭംഗിയുണ്ടോ? ഈ മുടിയിൽ നമുക്ക് ഒന്ന് സ്റ്റൈലാക്കണ്ടേ, സ്റ്റൈൽ. അപ്പോൾ അതോടുകൂടി നമ്മളിങ്ങനെ ആൾ മാറിയ പോലെയാകും. 90% നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ മേക്ക് ഓവറിൻ്റെ ഒരു മെയിൻ ഘടകമാണ് മുടി. അപ്പോൾ നമുക്ക് അത് അതിമനോഹരാകുന്ന കാഴ്ച യേശുവിൻ്റെ കൃപയാൽ കാണാൻ ഒരു 4 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിന് വെള്ള പോലെ ആകുന്ന നല്ല തിക്ക് ഹെയറാണ്. ഭയങ്കര മുടിക്ക് കട്ടിയുള്ള, പക്ഷെ ഭയങ്കര ഡ്രൈ, കൊച്ചോ പ്രായം കുറവാണ്. അപ്പം നമ്മൾ ഓർക്കുക, പണ്ടൊക്കെ ഒരു 30 വയസ്സ് വരെ നമുക്കത് മുടി തിളങ്ങുമായിരുന്നു, മുടിയും കണ്ണും ഒക്കെ തിളങ്ങുമായിരുന്നു. നമ്മുടെ ഹെൽത്തിൻ്റെ പ്രതീകമാണ്. മുടി ഡ്രൈ ആയി പൊട്ടുമ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. വെള്ളമാണ്, കാറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലത്തെ ഇതാണ് കാണിക്കുന്നത്. ഉള്ളു മോയ്സ്ചറൈസിങ് ആക്കുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. മുടിയൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് ഇന്നും കളറൊക്കെ ചെയ്ത് കാശെല്ലാം പോകുന്നതറിയാം. പിന്നെ എന്തെല്ലാം പല്ലൊക്കെ കംപ്ലൈൻറ്റ് വന്ന് പോയി എൻ്റെ. അന്നത്തെ കാലത്ത് ബോധമില്ല. വിറ്റാമിൻ ഈ കൊറോണ കാലം വന്ന പിന്നല്ലേ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ ഇങ്ങനെയൊക്കെയുണ്ട്. വാട്സപ്പിൽ ഓരോന്നൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ കൊച്ചിന് എന്ത് സുഖമായി. ഞാൻ പറയുന്നത് ഒരു 5-8 മാസം ഒരു ഇങ്ങനെ മുടി ഒഴുകി കിടക്കും. കുറേ പണം തൊട്ട് കുറേ സമയം എടുത്ത് ഇതിനെ ഈ രൂപമാക്കാൻ. അപ്പടി ആദ്യം കണ്ട ഫോട്ടോയിൽ ഒരു വെട്ടാൻ വേണ്ടി മുടി ആദ്യത്തെ വീഡിയോയിൽ കൊച്ചിൻ്റെ മുടി നനച്ചു വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾക്ക് എണ്ണമല്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫ്രസിയായിട്ട് പൊട്ടിയിരിക്കുന്ന മുടിയാണ്. യേശുവിൻ്റെ കൃപയാൽ അതിനെ അപ്പടി ഒതുക്കിയെടുത്തു. സാധാരണ നമ്മൾ ചില വോളിയം തോന്നുന്നത് ഇത് ഒതുക്കിയതാ പൊട്ടൽ മാറാൻ. അപ്പോൾ ഇത് കൊച്ചിനൊരു നാച്ചുറൽ ലുക്കിൽ കേളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചിന് ഹെയർ റിലാക്സിങ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമായത് കണ്ടോ. ഉള്ളൊക്കെ വേണ്ടതുണ്ടായിരുന്നു കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ കണ്ടോ അതിമനോഹരമായില്ലേ നോക്കിക്കേ. ഇപ്പോൾ നല്ല സോഫ്റ്റുമായി, നല്ല ഗ്ലോയുമായി. അപ്പം ഇഷ്ടപ്പെട്ട മോളെ? കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കൊച്ചിനിനി ഇത് നമ്മൾ ചെയ്തതിൻ്റെ സുഖം വാഷിംഗ് മെഷീൻ മേടിച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും തുണി കഴുകാൻ പോവോ? അതുപോലെയാണ്. വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ ഈ സുഖം കണ്ടുപിടിച്ചാൽ പിന്നെ മുടി നമുക്കിത് ചെയ്യാണ്ട് പറ്റില്ല. കാരണം മുടി പറക്കി ഒരു ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതെന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് കുലുക്കി ഞാനൊക്കെ ചീകാറേ ഇല്ലതേ. ഇങ്ങനെയൊക്കെ കാണിച്ച് എൻ്റെ മുടി ഹെയർ സ്റ്റൈൽ ഓക്കെ ഇത് ഇങ്ങനെ ഒരു തള്ളോടെ കൊടുത്താൽ മതി. ഇങ്ങനെ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹെയർ മേക്കോർ എന്ന് പറഞ്ഞിട്ട് 90% മേക്കപ്പായി. ഒരു ഡ്രസ്സ് കൊടുത്തിട്ടു, ഒരു മോയ്സ്ചറൈസിങ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പായി. സിമ്പിളായി നടക്കുകയും ചെയ്യാം, അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായിട്ട് ചെയ്തു തരാം. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ചെയ്യുള്ളൂ. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ രണ്ടാമത് അടിക്കാൻ വരുമ്പോൾ ഇത് സോഫ്റ്റ് ആകണത് കൂടാണ്ട് പനങ്കല പോലെ ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കേൾക്കുകയും ചെയ്യണേ. അപ്പം എല്ലാവരും നിരനിരയായിട്ട് വേഗം പോലെ ഈ ഹെയർ മേക്ക് ഓവറിന് വന്നാണ് ഇങ്ങോട്ട് ഹെയർ റിലാക്സ് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ചെയ്യാനാട്ടോ. ഇതിങ്ങനെ ചെയ്യാനാ. അപ്പോൾ കരാട്ടിൻ ഞാൻ പറഞ്ഞത് ആ പണ്ടത്തെ ഈ GKയും ബോട്ടോസും ഒക്കെ കരാട്ടിൻ എങ്ങനെ വലിയ ചേഞ്ച് വരത്തില്ലായിരുന്നല്ലോ. നാനോപ്ലാസ്റ്റിയെ അത് കാരണം പേടിയ ചേഞ്ച് വരില്ല എന്ന് ഓർത്തോണ്ട് അതിനൊരു ചേഞ്ചില്ലല്ലോ വലിയ കാര്യമായിട്ട്, സോഫ്റ്റ് ആകുന്നല്ലാണ്ട്. അപ്പോൾ ഇത് ഒരു ഹെയർ റിലാക്സിങ് തന്നെ ചെയ്യാൻ നോക്കാം. കുറേ കഴിയുമ്പോൾ ഈ കളറൊക്കെ ചെയ്യുന്ന കൂടി കുറേ കഴിയുമ്പോൾ നമുക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരും, കരാട്ടിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെ ഹെയർ റിലാക്സിങ് ഇപ്പം ആശാത്തിക്ക് ഇപ്പോൾ ടെൻഷൻ ഇത് ഇങ്ങനെ നന്നായിട്ട് കിടക്കണ്ടല്ലോ, ഭയങ്കര ഫ്രസ്സിയായി പോകാൻ മുടിയാണ്. ഒത്തിരി മുടിയുണ്ടായിരുന്നു ഒരു കാലത്ത്. ഡോക്ടർ സാറാട്ടോ, ലണ്ടനിലെ ഡോക്ടറാണ്, ഫേമസ് ഡോക്ടർ. അത് ഇത്രയും മുടിയുണ്ടായിരുന്നു, പനങ്കല പോലെ, അതുകൊണ്ട് കിടക്കുമായിരുന്നു. അതായിരുന്നു നമ്മുടെ കരാട്ടിൻ ചെയ്തത്. അപ്പോൾ ഇപ്പം അത് ഭയങ്കര എന്നാണ് ഭയങ്കര ഫ്രസ്സി ആശാത്തിയുടെ മുടി. അപ്പോൾ D3 എല്ലാം കഴിക്കണൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടറോട് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ചെയ്ത മുടി ഇങ്ങനെ കിടക്കുള്ളൂല്ലോ സോഫ്റ്റായിട്ട്. അപ്പോൾ ഇപ്പോൾ ഹെയർ റിലാക്സിങ് ചെയ്ത് കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. കുറച്ച് ഹെയർ ഓണായോ? ഇവിടുത്തെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിൽ പോലും കാണാത്ത പോലെ യേശുവിനെ മനോഹരാക്കി കണ്ട. ഇത് ചുരുണ്ടി ഇവിടെ വരെയുള്ള മുടിയാട്ടോ. നല്ല രസമുള്ള നാടൻ മുടിയാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് കീപ്പ് ചെയ്തുകൊണ്ട് ഭയങ്കര ഫ്രസ്സി ആകുക എന്ന് പറഞ്ഞത്.
ആശാത്തിക്ക് ഡോക്ടറാണ് എല്ലാം കുറവാട്ടോ. D3 മുതലെല്ലാം കുറവാന്നാണ് പറഞ്ഞത്. ഹീമോഗ്ലോബിനൊക്കെ കുറവാന്നാണ് പറഞ്ഞത്. അതിങ്ങനെ ശരീരപ്രകൃതി ഡോക്ടറാണെന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആണെന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കും ഇങ്ങനെ ഹീമോഗ്ലോബിൻ ഇങ്ങനെ കുറവ്. ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരപ്രകൃതിയുടെയൊക്കെ പ്രത്യേകതയായിരിക്കും ശരീരത്തിൽ അത് അബ്സോർവ് ചെയ്യണം. ഇത് കണ്ടോ പരസ്യത്തിന് വെള്ള പോലെ. അവിടെ ലണ്ടനിൽ കളർ ചെയ്തിട്ട് വന്നാൽ പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കോപ്പർ ബർഗണ്ടി പറഞ്ഞാന്ന് പറഞ്ഞാൽ ഡാർക്ക് ബർഗണ്ടി മഹാഗണിയുടെ കളർ. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇതാ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ കളർ ചെയ്തേക്കണമൊക്കെ നല്ല ഭംഗി കിടക്കണം. ഭയങ്കര ഫ്രസി ഹെയറാന്ന് പറഞ്ഞു. അപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ്നെസ് മാർക്കോളും. ആ ഫ്രഷ്നെസ് കണ്ടമാനം തന്നെ ഞാൻ പറഞ്ഞില്ല, ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഫ്രഷ്നെസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. എണ്ണ തേക്കാനായിട്ട് എണ്ണ തേക്കുമ്പോൾ ചുമ്മാ ഒഴുകി ഇങ്ങനെ ഇരിക്കണയാണ്. മുടിയിൽ എണ്ണ കഴുകി കളയുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ആക്കണം. മുടിയായിട്ട് ഇങ്ങനെ കാണിച്ചു കേട്ടോ. വീഡിയോ പിടിക്കുന്ന ആൾ പുതിയ ആളാണ്. അപ്പോൾ ഞാൻ സാധാരണ പിടിക്കണേക്കാളും ഇങ്ങനെ എന്തെങ്കിലും ശരിയായില്ലല്ലോ എന്നൊക്കെ ഞാൻ ഡയറക്ഷൻ കൊടുത്താട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ വെച്ചേ? ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ അങ്ങോട്ട് നോക്കിയില്ലേ പറയണേ. അപ്പോൾ ഇന്നത്തെ നടപടിക്രമം പോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറയുള്ളൂ. ഇത് ഇഷ്ടപ്പെടാണ്ടിരുന്നെങ്കിൽ എത്രയും മനോഹരമായില്ലേ ഇത്. പിന്നെ ഉള്ളുള്ള മുടിയായിരുന്നു കേട്ടോ. ഇതിലൊത്തിരി ഉള്ളുണ്ടായിരുന്നു. ഇത് കണ്ടമാനം മുടി പോയത്, ഇതിൻ്റെ കണ്ടമാനം ഊരി പോണതാണ്. അപ്പോൾ നല്ല ഉള്ളുള്ള മുടിയാണ്. ഇപ്പോഴും ഉള്ളുണ്ട് ദൈവകൃപയാൽ. അപ്പോൾ ഇനി ഇത് അതിമനോഹരമായിക്കോളും. ഇതിലും കൂടുതൽ മനോഹരമാകും ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത്. ബയോട്ടിനൊക്കെ കഴിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ വിഷമിക്കേണ്ട. ഭയങ്കര ഫ്രഷ്നെസ്സിനൊക്കെ ട്രീറ്റ് ചെയ്തിടില്ല, അല്ലാണ്ട് നടപടിയില്ല. അപ്പം ട്രീറ്റ് ചെയ്തിടുക, അല്ലാണ്ട് മുടിയെ പണിതുകൊണ്ടിരിക്കാൻ ആർക്കും സമയം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരെ. ശരി എന്നാൽ ഹെയർ മേക്ക് ഓവറിന് വന്നാണ് 1 വർഷം മുമ്പ് ചെയ്താട്ടോ. അന്നേരം ഒട്ടും മുടിയില്ലായിരുന്നു, ഇതായിരുന്നു. പക്ഷേ ഈ മുടിയിൽ ഞാൻ സംതൃപ്തിയായിരുന്നു. ഞാൻ അപ്പം തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. വിറ്റാമിൻ ഗുളിക കഴിച്ചോന്ന് ചോദിച്ചു, ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ആഫ്റ്റർ കെയർ മാത്രം ചെയ്താൽ പോരാ. ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ ഈ മുടി ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഹാർഡൊന്നും അല്ലാതെ ഭയങ്കര സോഫ്റ്റ്, അത് മാത്രമേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഫുഡ് നമ്മുടെ ഹെൽത്ത് നന്നായാൽ മാത്രമേ ഉള്ളിൽ നിന്ന് മുടി ഉണ്ടാവുള്ളൂ. പുറമെ കുറച്ച് ഷാമ്പും സ്വായ് സിറോക്കെ തേച്ച് നോക്കുമ്പോൾ ഉള്ളിലൊന്നും മുടി ഉണ്ടാവില്ല കേട്ടോ. മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം. 1 മാസം സിങ്കോവൈറ്റിംഗ്, 1 മാസം ബയോട്ടിൻ, പിന്നെ D3 ടെസ്റ്റ് ചെയ്യണം. ആ രക്തം ഉണ്ടാവും, ഹീമോഗ്ലോബിൻ എല്ലാം ടെസ്റ്റ് ചെയ്യുക. ഉള്ളിലെ ഹെൽത്ത് കറക്റ്റ് ആകാണ്ട് ആർക്കും മുടി ഉണ്ടാവില്ല. അത്ഭുതങ്ങളൊക്കെ നടക്കില്ല. നമ്മൾ അത്ഭുതം നടക്കണേ നമ്മൾ അനങ്ങണ്ടേ. ചുമ്മാ എനിക്ക് മുടി ഉണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയൊക്കെ ദൈവം തന്നിട്ടില്ലേ. അത് കഴിക്കണം. അപ്പം ഞാൻ ചോദിച്ചു ഗുളിക കഴിക്കാൻ എന്നാ പേടി. പ്രഗ്നൻസിയിൽ നമ്മൾ 4-5 ഉൾട്ടം ഗുളിക കൊച്ചു വയറ്റിലുള്ളപ്പോൾ കഴിച്ചപ്പോൾ ആർക്കും പേടിയില്ലായിരുന്നല്ലോ. അപ്പോൾ ആ കൊച്ചിൻ്റെ ഹെൽത്തിന് വേണ്ടി അത് കഴിച്ചില്ലേ. അപ്പം നമ്മുടെ ഹെൽത്തിന് വേണ്ടി വിറ്റാമിൻ കഴിച്ചേ പറ്റൂ. അപ്പോൾ ഈ മുടി നോക്കിക്കേ. കൊച്ചിനെ പാവം വന്ന വഴി ഞാൻ പേടിപ്പിച്ച് പറപ്പിച്ച് വെച്ചേക്കാം. എല്ലാവരും ഇങ്ങനെയാട്ടോ. ഇവിടെ വന്ന വഴി ചോദിച്ചില്ല വിറ്റാമിൻ ഗുളിക കഴിച്ചോ, അത് കഴിച്ചോ, ഇത് കഴിച്ചോ എന്നൊക്കെ. എനിക്ക് തന്നെ അറിയാം. എനിക്ക് അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ എൻ്റെ ചുണ്ടിന് കറുപ്പ് വരും. ആ ഹീമോഗ്ലോബിൻ കൊടുക്കുമ്പോൾ ചുണ്ട് ചുമക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയാണ്. അപ്പോൾ പക്ഷെ കിളുത്ത് വന്നേക്കണൊക്കെ നല്ല ഉള്ളിലാട്ടോ. പണ്ടത്തെ മുടി കിടക്കണ കണ്ടോ. ഇതിന് കുറച്ച് വെട്ടിക്കളയണം. കിളുത്ത് വന്നേക്കണൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ. ഇതിൽ ഞാൻ തൃപ്തിയല്ല. ഇതിലും 1 വർഷം കൊണ്ട് ഇത്രയും വളർന്നാൽ പോരാ. 1 വർഷം കൊണ്ട് ഇത് ഇത്രയൊക്കെ വളരാം. ഇങ്ങനെ ഈ മുടിക്ക് അധികം പെട്ടെന്ന് വളർന്ന മുടിയല്ല, പക്ഷെ എങ്കിലും ഇത്രയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ 4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഡാൻസ് കളിക്കുന്ന മുടി തിക്കായിട്ട് അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ആളിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ ആ മുടി എടുത്ത് ഭംഗിയായി നോക്കിയത്. കേട്ടോ, അങ്ങനെ ഇരുന്ന മുടിയാണ് ഈ രൂപം വന്നത്. ഇങ്ങോട്ട് നോക്കി. ഞാൻ പറഞ്ഞില്ലേ മുടി ഡാൻസ് കളിക്കുമെന്ന്. ഇത് കണ്ടോ, ഇപ്പം ആവശ്യമുള്ളല്ലേ നോക്കി. കേട്ടോ, ഈ അടിയിട്ട് ഇതൊക്കെയാണ്. ആ കൊച്ചിനെ കുറച്ച് വെട്ടിക്കളഞ്ഞു. ആ കൊച്ചിന് നേരത്തെ ഉണ്ടാകുന്ന മുടി ഇത് കണ്ടോ. ഇപ്പോൾ തലേന്ന് എല്ലാവരും പറയും ഇത് ചെയ്താൽ മുടി ഉണ്ടാകുമല്ലോ. ഇത് കാണാം, വേണ്ട മുടിയില്ലേ നോക്കാം. അപ്പം നമുക്ക് തലേന്ന് കിളുത്ത് വരുമ്പോൾ നിറച്ച് മുടി ഉണ്ടായിട്ടാണ്. ഈ കൊച്ചു മൾട്ടി വിറ്റാമിൻ കഴിച്ചില്ല, അല്ലെങ്കിൽ പനങ്കുലി ഉണ്ടായ അനുസരണത്തിൻ്റെ നാട്ടിൽ പോയ അനുഗ്രഹത്തിൻ്റെ ഭവനത്തിൽ കയറാം. പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ എന്നാ ചെയ്യണത് കണ്ടോ, സൂപ്പർ സംഭവമായി. തൊട്ട ഇങ്ങനെ ഒഴുകി ചാടും. നമ്മളിങ്ങനെ മുടി ചെയ്താൽ പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുകൊണ്ടിരിക്കും. ഇപ്പം ആശാത്തിൻ്റെ പഴയ മുടി ഇച്ചിരി ഉള്ളൂ. ഇവിടം വരെയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയത് വന്നാ 1.5 വർഷമായി തോന്നുന്നു അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം
ഇഷ്ടപ്പെട്ടു, വലിയ ഹാപ്പി ആയിട്ടാണ് ആൾ മാറിയ പോലെയായി. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊന്നും നിരാശപ്പെടണ്ട. മുടി നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് എണ്ണ തേച്ചിട്ടാണ് മുടി വരുന്നത്. പണ്ടത്തെ കാലത്തും വയസ്സ് ചെല്ലുമ്പോൾ 1-2 പേർക്കല്ലേ മുടി ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഒരു ഇങ്ങനെ ഒരു വള്ളി പോലെ, പണ്ട് പനങ്കല എൻ്റെ മദറിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു വള്ളി പോലെ കെട്ടാനുള്ളൂ. ഇങ്ങനെ ക്ലിപ്പിൽ ഇത് മുടി വെച്ചാൽ കെട്ടിക്കൊണ്ടിരുന്നത്. പണ്ട് പനങ്കല ഉണ്ടാകുന്ന, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ചുരുണ്ട മുടിയായിരുന്നു. അതേസമയത്ത് എൻ്റെ സ്വന്തം അമ്മച്ചിക്ക് ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂട്ട് പോലെ നിറച്ച് മുടി. പക്ഷെ പണ്ടത്തെ മുടി പോയി ഭയങ്കര മുടിയായിരുന്നു. അപ്പോൾ പണ്ടും ആ മുടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടി വിറ്റാമിൻ കഴിച്ചു കൊടുക്കണം. പണ്ട് ആൾക്കാർ കഴിക്കില്ലായിരുന്നു. അപ്പം നമുക്ക് പല ഓപ്ഷനില്ല, നമുക്ക് വിവരങ്ങൾ കൂടിയില്ല, മൊബൈലിൽ കൂടി എന്തെല്ലാം അറിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴേക്കൊക്കെ ലാബൊക്കെ തുടങ്ങിയേക്കണം, ഇടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യുക, അവരും ജീവിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടോ, അതൊക്കെ കൂടുതലായാലും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹീമോഗ്ലോബിനും ഒക്കെ ടെസ്റ്റ് ചെയ്യാം. D3 മറക്കാതെ ടെസ്റ്റ് ചെയ്യണം, മൾട്ടി വിറ്റാമിൻ ഗുളി കഴിക്കണം. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാവരും ഇങ്ങനെ പോരെ. അപ്പോൾ ഈശ്വരനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.